ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ടോക്ക് ഓൺലിയില് അടുത്ത ക്ലാസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ പദശുദ്ധി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ പദശുദ്ധിയുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അതായത് പദശുദ്ധിയുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. 2003 മുതൽ 2019 വരെയുള്ള ഇയറുകളിലായിട്ട് ഈ ഒരു ഭാഗത്ത് നിന്ന്, അതായത് പദശുദ്ധിയുമായി റിലേറ്റ് ചെയ്ത ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണ്. 10 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ 400+ വാക്കുകളും അതുപോലെ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള SSCRT ടെക്സ്റ്റ് ബുക്ക് നമ്മൾ കവർ ചെയ്തതാണ്. അപ്പൊ നിങ്ങൾ അത് പഠിച്ചു കഴിഞ്ഞ ആളുകൾ ജസ്റ്റ് വന്ന് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തു നോക്കാം. നിങ്ങൾക്ക് എത്രത്തോളം റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2019 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ശരിയായ പദം ഏത്? ഓപ്ഷൻ എ അമാത്യൻ തന്നിട്ടുണ്ട്, ഓപ്ഷൻ ബി അമാത്യൻ തന്നിട്ടുണ്ട്, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി. വ്യക്തമായിട്ട് വായിക്കാം. 2019 VEOയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഇതിന്റെ ഉത്തരം ഏതാണ് വരുന്നത്? ശരിയായ പദം ഏതാണ്? ഒന്നാമത്തെ ചോദ്യത്തില് ഓപ്ഷൻ ബിയിൽ വരുന്ന അമാത്യനാണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ ബി അമാത്യൻ ശരിയായ ഉത്തരം. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ്, രണ്ടാമത്തെ ചോദ്യം നോക്കൂ. ശരിയായ പദം ഏത്? ഉൽപ്പത്തിഷ്ണു എന്നാണ് തന്നിട്ടുള്ളത്. ഇതില് ABCD എന്ന് പറഞ്ഞിട്ട് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതില് ഏതാണ് ശരിയായിട്ട് വരുന്ന ഉത്തരം? ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ശരിയായിട്ട് വരുന്നു ഉത്തരം ഓപ്ഷൻ ബി തന്നെയാണ്. ബി എന്നുള്ള ഉൽപ്പത്തിഷ്ണു. ഈ ഉൽപ്പത്തിഷ്ണു ആണ് ശരി കേട്ടോ. ഓപ്ഷൻ ബിയിൽ എഴുതിയിട്ടുള്ളതാണ് ശരി. നെക്സ്റ്റ്, തേർഡ് ക്വസ്റ്റ്യൻ, ശരിയായ പദം തിരഞ്ഞെടുക്കുക. വൃശ്ചികം, സന്ദിഗ്ധം, അധപതനം, യാദൃച്ഛികം. ഇതിലേതാണ് ശരി? സന്ദിഗ്ധം എന്ന് പറഞ്ഞ ഓപ്ഷൻ ബി ആണ് ശരി കേട്ടോ. ക്ലിയർ ആയോ? ബാക്കിയുള്ള വാക്കൊക്കെ എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് എഴുതാൻ നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം നമ്മൾ പഠിച്ചു പോവാണ് കേട്ടോ. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ശരിയായ പദം ഏത്? അനർഘം, അനർഘം, അനർഘം. അനർഘത്തിന്റെ ഡിഫറെന്റ് ഫോംസ് ആണ് തന്നിട്ടുള്ളത്. ഇതിൽ ഏതാണ് ശരി? നാലാമത്തെ ഉത്തരത്തിലേക്ക് നമുക്ക് പോകുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും? ഓപ്ഷൻ ബി തന്നെയാണ് ശരിയായ ഉത്തരം. നോക്കൂ, എല്ലാം ബി തന്നെയാണ് അല്ലെ. അപ്പൊ ശരിയായ പദം അമാത്യൻ, ഉൽപ്പതിഷ്ണു, സന്ദിഗ്ധം, അതുപോലെ അനർഘം. ഈ 2018 ക്വസ്റ്റ്യൻ പേപ്പറിലേക്കാണ് നമ്മൾ പോകുന്നത്. പദശുദ്ധി വരുത്തുക. യഥോചിതം. യഥോചിതം എന്നത് എങ്ങനെയാണ് ശരിയായിട്ട് എഴുതുക? ഓപ്ഷൻ വായിച്ചു നോക്കൂ. ABCD 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. നോക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഓപ്ഷൻ ബി തന്നെയാണ്. ഓപ്ഷൻ ബിയിൽ പറഞ്ഞിട്ടുള്ള യഥോചിതമാണ് ശരിയായിട്ടുള്ള ഉത്തരം. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആറാമത്തെ ചോദ്യം നോക്കൂ. ശരിയായ പദം ഏത്? ഐച്ഛികം 4 രീതിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൽ ഏത് ഐച്ഛികമാണ് ശരി? ഏത് ഐച്ഛികമാണ് ശരി? ഓപ്ഷൻ എയിൽ വരുന്ന ഐച്ഛികമാണ് ശരി. ക്ലിയർ ആയല്ലോ? ഓപ്ഷൻ എയിൽ വരുന്ന ഐച്ഛികമാണ് എന്ത്? ശരിയായിട്ടുള്ള ഉത്തരം. ക്ലിയർ? 2018 2 ക്വസ്റ്റ്യനെ കാണുന്നുള്ളൂ. 2017 പോവാണ്. 2017 7ാമത്തെ ചോദ്യം നോക്കൂ. ശരിയായ പ്രയോഗം ഏത്? ശിരച്ഛേദം എന്നതാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ ഉത്തരം ഏതാണ് വരുന്നത്? ശ്രദ്ധിച്ചു നോക്കുക, എഴുതി നോക്കുക, നിങ്ങൾ എഴുതുന്നത് ശരിയാവുന്നുണ്ടോ എന്ന് നോക്കുക. ഓപ്ഷൻ ബി ശിരച്ഛേദമാണ് ശരിയായ ഉത്തരം. ക്ലിയർ? നെക്സ്റ്റ്, 8ാമത്തെ ചോദ്യം. ശരിയായ പദപ്രയോഗം കണ്ടെത്തുക. പശ്ചാത്താപമാണ് കേട്ടോ ശരിയായിട്ട് എഴുതേണ്ടത്. നമ്മൾ 4 തരത്തിൽ തന്നിട്ടുണ്ട്. ഏത് പശ്ചാത്താപമാണ് ശരി? ഓപ്ഷൻ എയിൽ വരുന്ന പശ്ചാത്താപമാണ് കേട്ടോ ശരി. ഓപ്ഷൻ എയിൽ വരുന്ന പശ്ചാത്താപമാണ് ശരി. 9ാമത്തെ ചോദ്യം നോക്കൂ. ശരിയായ പദം അടിമത്തം. അതിന്റെ വ്യത്യസ്ത ഫോമാണ് നമ്മൾ പഠിച്ചതാണ്. ഓപ്ഷൻ ഏതാണ് വരുന്നത്? ശരിയായ പദം ഓപ്ഷൻ സി അടിമത്തമാണ് ശരിയായ പദം. താഴെ കൊടുത്തവയിൽ ശരിയായ പ്രയോഗം ഏത്? അതിഥി ദേവോ ഭവ. ഏതാണ് ശരിയായിട്ട് എഴുതിയിട്ടുള്ളത്? 4 രീതിയിൽ അതിഥി ദേവോ ഭവ എന്ന് എഴുതിയിട്ടുണ്ട്. ഏതാണ് ശരിയെന്ന് കണ്ടെത്താം. അപ്പൊ നമുക്ക് എന്ത് ഉത്തരം കിട്ടും? ഓപ്ഷൻ എ അതിഥി ദേവോ ഭവ, അതാണ് ശരി. 11ാമത്തെ ചോദ്യത്തിലേക്ക് നോക്കൂ. അസന്ദിഗ്ധം. അതിന് 4 തരത്തിൽ എഴുതിയിട്ടുണ്ട്. ഇതിൽ ഏതാണ് ശരിയായത് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഏതാണ് അതിന്റെ ഉത്തരം? അസന്ദിഗ്ധം. ഓക്കെ,
ഓപ്ഷൻ എ. ഇവിടേക്ക് നോക്കട്ടാ, അതിന്റെ ഭാഗം തന്നെയല്ലേ, അസന്ദിഗ്ധം. ഓക്കെ. അടുത്തത് 12ാമത്തെ ചോദ്യം നോക്കൂ. വികലമല്ലാത്ത പ്രയോഗം കണ്ടെത്തുക. വികലമല്ലാത്ത പ്രയോഗം കണ്ടെത്തുക. ഏതാണിത് ശരിയായിട്ട് വരുന്നത്? സമകാലൻ, സമകാലികൻ, സമകാലീനൻ, സമകാലിനൻ. ഏതാണ് ഉത്തരം? ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി, സമകാലികനാണ് അതിന്റെ ആൻസർ വരുന്നത്. അടുത്തത് 2016 പോവുകയാണ്. 2016 ചോദ്യത്തിൽ നമ്മൾക്ക് ആദ്യത്തെ ചോദ്യം വരുന്നത് ശരിയായ പദം എടുത്തെഴുതുക എന്നതാണ്. എന്താണ് ശരിയായ പദം അതിനകത്ത് വരുന്നത്? നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. യശശരീരൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേർഡാണ് നമ്മളോട് ശരിയായിട്ട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അതിൽ ഏത് യശശരീരനാണ് ശരിയായിട്ട് വരുന്നത് നോക്കൂ. ഓപ്ഷൻ എയിൽ വരുന്ന യശശരീരനാണ് കേട്ടോ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ഓക്കെ. 2015 ഒരു ചോദ്യമേ ഉള്ളൂ. 2015 ചോദ്യം ഏതാണ്? ഇതില് ഏതാണ്? ഇങ്ങനെയാണ് ചോദ്യം തന്നിട്ടുള്ളത്. ഡിണ്ടിമം, ഡിണ്ടിമം എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. ഇത് ഏതാണ് ശരിയായിട്ട് എഴുതാന്നായിരിക്കും ചോദ്യം. ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇതിന്റെ ഉത്തരം ഏതാണ് വരിക നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ ബി ആണ് കേട്ടോ. അടുത്തത് 2014 തെറ്റായ പദം ഏത്? വിശ്വസ്തൻ, അതിഥി, വിശിഷ്ടൻ, ശ്രേഷ്ഠൻ. ഏതാണ് തെറ്റായ പദം? വിശ്വസ്തൻ, വിശിഷ്ടൻ, അതിഥി, ശ്രേഷ്ഠൻ. ഏതാണ്? അതിഥിയാണ് തെറ്റായ പദം. ഓക്കെ, നോക്കട്ടെ. അപ്പൊ എങ്ങനെയാണ് ഈ ഓപ്ഷൻ ഒക്കെ കാണുമ്പോൾ ഈ ഓപ്ഷനിൽ പറയുന്ന വേർഡ്സ് ഒക്കെ എങ്ങനെയാണ് ശരിയായിട്ട് എഴുതാന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. 16ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ശരിയായ പദം ഏത്? 16ാമത്തെ ചോദ്യം. ശൃംഖലേനെ 4 രൂപത്തിൽ എഴുതിയിട്ടുണ്ട്. എങ്ങനെയാണ് ശൃംഖല ശരിയായിട്ട് എഴുതാ? ഓപ്ഷൻ ബി എന്നുള്ള ശൃംഖലയാണ് കേട്ടോ ശരിയായ രൂപം. 17ാമത്തെ ചോദ്യം നോക്കൂ. ശരിയായ പദം നീരാഞ്ജനം, നീരാഞ്ജനം, നീരാജനം, നീലാഞ്ജനം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഏത് നീരാഞ്ജനാണ് ശരി? ഓപ്ഷൻ സി, നീരാജനമാണ് കേട്ടോ ശരി. അതായത് ദീപമൊഴിയല്, ആയുധ പൂജ എന്നൊക്കെയാണ് അത്ര കേട്ടോ അതിന്റെ അർത്ഥം. നീരാജനം, നീരാജനാണ്. ആർക്കും തെറ്റിപ്പോവാൻ പാടില്ല കേട്ടോ. 18ാമത്തെ ചോദ്യം നോക്കൂ. ശരിയായ പദം ഏത്? നെന്മണി, നെല്ലുമണി, നെൽമണി, നെമ്മണി. ഏതാണ് അതിന്റെ ശരിയായ ഉത്തരം? നെന്മണി. അതായത് ഓപ്ഷൻ എയിൽ വരുന്ന നെന്മണിയാണ് ശരിയായ ഉത്തരം. ക്ലിയർ? 19ാമത്തെ ചോദ്യം നോക്കൂ. ശരിയായ പദം ഏത്? അനുഗ്രഹീത, അനുഗ്രഹീത. അങ്ങനെ അനുഗ്രഹീതയുടെ ഡിഫറെന്റ് ഫോംസ് തന്നിട്ടുണ്ട്. അതിലേതാണ് ശരി? ഓപ്ഷൻ ബി. അത് തന്നെ ഓപ്ഷൻ ബി, അനുഗൃഹീത. അനുഗൃഹീതയാണ് ശരി. ഇനി 20ാമത്തെ ചോദ്യം നോക്കൂ. ശരിയായ പദം ഏത്? അപ്പോഴപ്പോൾ, അപ്പോഴപ്പോ. അങ്ങനെ പറഞ്ഞിട്ട് 4 എണ്ണം തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് ശരി എന്ന് കണ്ടുപിടിക്കൂ. ഏതാ വരുന്നത്? ഓപ്ഷൻ സി, അപ്പോഴപ്പോൾ എന്ന് പറഞ്ഞതാണ് ശരി കേട്ടോ. നെക്സ്റ്റ് 21ാമത്തെ ചോദ്യം നോക്കൂ. പാദസരം, പാദസരം, പാദസ്വരം, പാദസ്വരം എന്നൊക്കെ പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? ശരിയായ പദം ഓപ്ഷൻ എ. അതെ, ഓപ്ഷൻ എ, പാദസരമാണ് ശരി. ക്ലിയർ? 22ാമത്തെ ചോദ്യം നോക്കൂ. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പദം ഏത്? അംഗവൈകല്യത്തിന് പലതരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഏതാണ് ശരിയായിട്ട് അംഗവൈകല്യം എന്ന് എങ്ങനെയാ എഴുതുക? അംഗവൈകല്യം എന്നെഴുതുന്നത് ഓപ്ഷൻ എ, അംഗവൈകല്യമാണ് ശരി. 2013 പോവാണ്. 23ാമത്തെ ചോദ്യം നോക്കൂ. ഇവയിൽ ശരിയായ പദമേത്? അതിഥി, അതിഥി, അഞ്ജനം, അഞ്ജനം. ഏതാണ് ശരി? ഓപ്ഷൻ ബിയിൽ വരുന്ന അതിഥിയാണ് ശരി. ഓക്കെ, നമ്മൾ നേരത്തെ ഒരു അതിഥി തെറ്റ് കണ്ടുവച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഏതാ നോക്കൂ. അപ്പൊ ഓപ്ഷൻ ബിയിൽ വരുന്ന അതിഥിയാണ് ശരിയായ പ്രയോഗം. നെക്സ്റ്റ് തെറ്റായ പദം ഏതാണ്? ബാലാമണിയമ്മ മാതൃത്വത്തിന്റെ കവിയത്രിയായും ഇടശ്ശേരി ശക്തിയുടെ കവിയായും അറിയപ്പെടുന്നു. ഇതില് ഏത് വാക്കാണ്, ഏത് പദാണ് തെറ്റായിട്ട് പ്രയോഗിച്ചിട്ടുള്ളത്? ഏതാണ്? കവിയത്രിയായും. അങ്ങനെയല്ലല്ലോ പറയാ. അതിന്റെ ശരിയായ പ്രയോഗം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാണ്. അപ്പൊ ഇതാണ് അതിൽ തെറ്റ് വരുന്നത്. നെക്സ്റ്റ് 25ാമത്തെ ചോദ്യം നോക്കൂ. തെറ്റായ പദമേത്? നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ സാഹിത്യകാരന് ഹാർദവമായ സ്വാഗതം. ഏതാണ് അതിൽ തെറ്റ് വരുന്നത്? ഹാർദവം എന്ന് പറയില്ല അല്ലെ. അപ്പൊ ഓപ്ഷൻ ഡി ആണ് തെറ്റ്. അടുത്ത 26ാമത്തെ ചോദ്യം നോക്കൂ. തെറ്റായ പദമേത്? അടിമത്വം
ഏറ്റുവാങ്ങുന്നത് ഏതൊരാൾക്കും ഭൂഷണമല്ല. എന്താണ് ഉത്തരം വരുന്നത്? നമ്മൾ പഠിച്ചതാണ് അടിമത്തം എങ്ങനെയാണ് എഴുതുക നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ഓപ്ഷൻ എ ആണ് അതിലെ തെറ്റായ പദം. നെക്സ്റ്റ് 27ാമത്തെ ചോദ്യം നോക്കൂ. ശരിയായ പദം ഏത്? പുനർചിന്തന എഴുതിയിട്ടുണ്ട്. ഇതിൽ എങ്ങനെയാണ് പുനർചിന്ത ശരിയായിട്ട് എഴുതാം? എങ്ങനെയായിരിക്കും എഴുതാം? ഓപ്ഷൻ എ പുനർചിന്തയാണ് ശരി. ക്ലിയർ? 28ാമത്തെ ചോദ്യം നോക്കൂ. ശരിയായ രൂപം ഏത്? ഏതാണ്? ഉദ്ബോധനം എന്നത് ഏത് ഓപ്ഷനാണ് ശരിയായി എഴുതിയിട്ടുള്ളത്? എ, ബി, സി, ഡി 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതിൽ ഉദ്ബോധനം എന്നുള്ളത് എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുള്ളത്? ഓപ്ഷൻ ഏതിലാണ്? ഓപ്ഷൻ ബി ഉദ്ബോധനമാണ് കറക്റ്റ്. നെക്സ്റ്റ് 29ാമത്തെ ചോദ്യം നോക്കൂ. ശരിയായ രൂപം ഏത്? വിശ്വസ്തൻ. വിശ്വസ്തൻ എങ്ങനെയാ ശരിയായിട്ട് എഴുതാം? വളരെ എളുപ്പത്തിൽ കിട്ടാവുന്നതേ ഉള്ളൂ. ഓപ്ഷൻ എ എന്ന് പറഞ്ഞ വിശ്വസ്തനാണ് ശരി. നെക്സ്റ്റ് ശരിയായ പദം ഏത്? 30ാമത്തെ. മടയത്വം, വങ്കത്വം, മുതലാളിത്വം, അടിമത്വം. ഏതാണ് ഇതിൽ ശരിയായ പദം? നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം അടിമത്വം ഇങ്ങനെ തന്നെയാണ് എഴുതാന്ന്. അപ്പൊ പിന്നെ സംശയിക്കേണ്ട. അടുത്തത് 31ാമത്തെ ചോദ്യം. ജാള്യത, ജാള്യത്വം, ജാള്യം, ജാള്യത്വം. ഏതാണ് ശരിയായ പദം? ജാള്യത, ജാള്യത്വം. ഇതിൽ ഏതാണ് ഓപ്ഷൻ? ഏത് ഓപ്ഷനാണ് ശരിയായിട്ട് വരുന്നത്? ഓപ്ഷൻ സി ജാള്യമാണ് ശരിയായിട്ട് വരുന്നത്. ക്ലിയർ? 2011 ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. 32ാമത്തെ ചോദ്യം നോക്കൂ. ശരിയായ പദം ഏത്? അന്തഃഛിദ്രം. എങ്ങനെയാണ് അന്തഃഛിദ്രം എന്ന് ശരിയായിട്ട് എഴുതാം? ഓപ്ഷൻ എ നോക്കൂ. ബി, സി, ഡി. ഏതാണ് കറക്റ്റ് ആയിട്ട് എഴുതാം? കറക്റ്റ് ആയിട്ട് എഴുതാം ഓപ്ഷൻ ഡിയിൽ കാണുന്ന പോലെയാണ് കേട്ടോ, അന്തഃഛിദ്രം. ക്ലിയർ? അടുത്തത് 33. ശരി ഏത്? അണ്ഡകടാഹമാണ്. അണ്ഡകടാഹം എങ്ങനെയാണ് ശരിയായിട്ട് എഴുതുക? വായിച്ചു നോക്കാട്ടാ. ഏത് ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ബിയിൽ വരുന്ന അണ്ഡകടാഹമാണ് ശരി. ക്ലിയർ? നെക്സ്റ്റ് 34. ശരിയായ പദമേത്? എല്ലാം ശരിയായ പദമേത്, ശരിയായ പദമേതെന്ന് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. ദശരഥൻ. ദശരഥൻ എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് എഴുതുക? ഏത് ഓപ്ഷനാണ് ശരിയായിട്ട് വരുന്നതെന്ന് ക്ലിയർ ആയിട്ട് നോക്കാം. ഏതാ വരുന്നത്? ഓപ്ഷൻ ഡി ദശരഥനാണ് കറക്റ്റ് ആയിട്ട് വരുന്ന ഉത്തരം. താഴെ പറയുന്നതിൽ തെറ്റായ പദമേത്? ഓക്കെ, അപ്പൊ ഒരു തെറ്റ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. 35ാമത്തെ ചോദ്യം നോക്കൂ. താഴെ പറയുന്നവയിൽ തെറ്റായ പദമേത്? യാദൃച്ഛ്യ, ലജ്ജ, പ്രവൃത്തി, ഹാർദവം. നമ്മളിപ്പോ കുറച്ചു നേരത്തെ പറഞ്ഞുള്ളൂ ഹാർദവം എന്ന് പറയില്ല, ഹാർദമാണ് അല്ലെ. അപ്പോ അതിന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, 36ാമത്തെ ചോദ്യം നോക്കൂ. ശരിയായ പദമേത്? ഏതാണ്? യാദൃച്ഛികം. ഏത് രീതിയിലാണ് യാദൃച്ഛികം എന്ന് ശരിയായിട്ട് എഴുതാ? ശരിയായിട്ട് എഴുതാനാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ക്വസ്റ്റ്യൻ ശരിയാണോ ചോദിച്ചിട്ടുള്ളത് തെറ്റാണോ ചോദിച്ചിട്ടുള്ളതെന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ ചോദിച്ചിട്ടുള്ളത് എങ്ങനെയാണ് ശരിയായിട്ട് എഴുതുക? ഓപ്ഷൻ സിയിലാണ് ശരിയായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, 37ാമത്തെ ചോദ്യം നോക്കൂ. താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പദമേത്? പ്രാരാബ്ധമാണ് കേട്ടോ, പ്രാരബ്ധം. അതിനെ കുറെ ഫോമിൽ എഴുതിയിട്ടുണ്ട്, 4 ഫോംസിൽ എഴുതിയിട്ടുണ്ട് പ്രാരബ്ധം എന്നുള്ളത്. അതിൽ ഏതാണ് ശരിയായ ഫോം? ഏതാണ് ശരിയായ ഉത്തരം? ഓപ്ഷൻ ബി പ്രാരബ്ധമാണ് ശരി. 38. ശരിയായ പദമേത്? നിഘണ്ടു എന്നെങ്ങനെയാണ് ശരിയായിട്ട് എഴുതുക? ഏത് ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ട് നിഘണ്ടു എന്ന് എഴുതിയിട്ടുള്ളത്. 39ാമത്തെ ചോദ്യം നോക്കൂ. താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പദമേത്? പതിവ്രത, അസ്തമനം, വ്യത്യസ്തം, അന്തർരാഷ്ട്രീയം. ഏതാണ് ശരിയായ പദം? വ്യത്യസ്തം. ഓപ്ഷൻ സി വ്യത്യസ്തമാണ് ശരിയായ പദം. ക്ലിയർ? നെക്സ്റ്റ് ശരിയായ വാക്ക് ഏത് എന്നാണ് 40ാമത്തെ ചോദ്യം ചോദിച്ചിട്ടുള്ള. അസ്തമയം, അസ്ഥിവാരം, അസ്തമനം, അസ്ഥിവാരം. ഏതാണ് ഇതിൽ ശരി? നമ്മൾ പഠിച്ച ഒരെണ്ണം അതിനകത്ത് കാണുന്നുണ്ട്, പഠിച്ച ഒരെണ്ണം ഒന്നല്ല ഒരുപാടുണ്ട്. അതിൽ ഏതാണ് ഇപ്പൊ കറക്റ്റ് ആയിട്ട് വരുന്ന വാക്ക്? ഓപ്ഷൻ ഡി അസ്ഥിവാരം കറക്റ്റ് ആണ്. ഇനി 2010ലേക്ക് പോവാണെങ്കിൽ ഒരു ചോദ്യം, 41ാമത്തെ ചോദ്യം നോക്കൂ. ശരിയായ പദം തിരഞ്ഞെടുക്കുക. കുടിശ്ശിക. എങ്ങനെയാണ് കുടിശ്ശിക? നമ്മൾ പഠിച്ചതാണ്. എങ്ങനെയാണ് കുടിശ്ശിക എന്ന് കറക്റ്റ് ആയിട്ട് എഴുതാം? ഏത് ഓപ്ഷനാണ് ഉത്തരം വരുന്നത്? ഓപ്ഷൻ സി കുടിശ്ശികയാണ് ശരി. ക്ലിയർ? 2008ലേക്ക് നോക്കൂ. 42ാമത്തെ ചോദ്യം. ശരിയായ പദം ഏത്? 10 വീടുകൾ, 10 നാഴികൾ, 10 കുട്ടി, 10 രൂപ. ഏതാണ് ശരി? 10 രൂപയാണ് ശരി. ഓക്കെ. 43. ശരിയായ പദം തിരഞ്ഞെടുക്കുക. ഏതാണ് ശരിയായ? ആധ്യാത്മികം. നമ്മള് 4 തരത്തിൽ എഴുതിയിട്ടുണ്ട്. നമ്മള്
ഇത് പഠിച്ച ചോദ്യമാണ്. എങ്ങനെയാണ് ആധ്യാത്മികം എന്ന് എഴുതുക? ഓപ്ഷൻ സിയിൽ കാണുന്നതാണ് ശരിയായ ഉത്തരം. ക്ലിയർ? 2007 പോവാണ്. 2007 44-ാമത്തെ ചോദ്യം നോക്കൂ. ശരിയായ പദം ഏത്? നിഘണ്ടു, യാദൃശ്ചികം, അനാഥൻ, മിമ്മിട്ടം. ഏതാണ് ശരിയായ പദം? ഓപ്ഷൻ സി അനാഥനാണ് ശരി. 45 നോക്കൂ. ശരിയായ പദം ഏത്? ഏതാ ശരിയായ പദം? വൈകുണ്ഠത്തിന് എങ്ങനെയാണ് ശരിയായിട്ട് എഴുതാ? കിട്ടിയോ? ഓപ്ഷൻ ബി ആണ് ശരിയായ പദം. ശരി. നെക്സ്റ്റ് 46-ാമത്തെ ചോദ്യം നോക്കൂ. ശരിയായ പദം ഏത്? ഭ്രഷ്ട്. ഭ്രഷ്ടൊക്കെ നമ്മൾ പഠിച്ചതാണ്. എങ്ങനെയാണ് ശരിയായിട്ട് ഭ്രഷ്ട് എന്ന് എഴുതാം? ഓപ്ഷൻ ബിയിലാണ് ഭ്രഷ്ട് ശരിയായിട്ട് എഴുതിയിട്ടുള്ളത്. 47 നോക്കൂ. തെറ്റായ രൂപം ഏത്? അഞ്ജലി, അഞ്ജനം, അഞ്ജലി, അജ്ഞാനം. ഏതാണ് തെറ്റായ രൂപം? ഓപ്ഷൻ സി അഞ്ജലി തെറ്റാണ്. നമ്മൾ പഠിച്ചാണ് കേട്ടോ ഒരുപാട് കാര്യങ്ങൾ. 48-ാമത്തെ ചോദ്യം നോക്കൂ. ശരിയായ പദം തിരഞ്ഞെടുക്കുക. പശ്ചാത്തലം. പശ്ചാത്തലം എന്നതിന്റെ ശരിയായ രൂപം ഏതാണ്? ഏത് ഓപ്ഷനാണ് ശരിയായിട്ട് വരുന്നത്? ഓപ്ഷൻ ഡി പശ്ചാത്തലമാണ് ശരി. 49 താഴെ കൊടുത്തിരിക്കുന്നവരിൽ ശരിയായ പ്രയോഗം ഏത്? തത്വം, മഹത്വം, സ്വത്വം, ബോഷത്വം. ഏതാണ് അതിൽ ശരി വരുന്നത്? ഓപ്ഷൻ സി സ്വത്വമാണ് ശരിയായിട്ട് വരുന്നത്. ഇനി ശരിയായ പ്രയോഗം ഏത്? 50-ാമത്തെ ചോദ്യം നോക്കൂ. പ്രതിനിധീകരിക്കുക, പ്രതിനിധീകരിക്കുക, പ്രതിനിധാനം ചെയ്യുക. ഏതാണ് ശരി? ഓപ്ഷൻ ഡി പ്രതിനിധാനം ചെയ്യുക. അതാണ് ശരി. അടുത്തത് 51-ാമത്തെ ചോദ്യം നോക്കൂ. ഏതാണ് ശരിയായ രൂപം? ജ്യേഷ്ഠന് എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് എഴുതുക? ജ്യേഷ്ഠൻ എന്ന് ഏത് ഓപ്ഷനാണ് ശരിയായിട്ട് ജ്യേഷ്ഠൻ എന്ന് എഴുതിയിട്ടുള്ളത്? ഓപ്ഷൻ സി ജ്യേഷ്ഠനാണ് കറക്റ്റ്. ക്ലിയർ? ഇനി നമ്മൾ 2006 52-ാമത്തെ ചോദ്യം. ശരിയായ പദം തിരഞ്ഞെടുക്കുക. കവയത്രി, കവിയത്രി, കവയിത്രി, കവിയിത്രി, കവയത്രി. ഏതാ ശരി? ഓപ്ഷൻ സി കവിയിത്രിയാണ് ശരി. ഓക്കെ. നെക്സ്റ്റ് 2005 പോവാണ്. 2005 എങ്ങനെയാ പറയുന്നത്? ശരിയായ രൂപമേത്? ശരിയായ രൂപമേത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആസ്വാദ്യകരം, ആസ്വാദ്യം, ആസ്വാദനീയം, ആസ്വാദരം. ഏതാണ് അതിന്റെ ഉത്തരം? 53-ാമത്തെ ചോദ്യത്തിൽ ഏതാണ് ഉത്തരം വരുന്നത്? ഏത് ആണ് ശരിയായിട്ടുള്ള രൂപം വരുന്നത്? ഓപ്ഷൻ ബി ആസ്വാദ്യം. ഓക്കെ, ക്ലിയർ? ഓപ്ഷൻ ബി ആസ്വാദ്യം എന്നതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏതാണ് ശരിയായിട്ടുള്ള പദം? 54-ാമത്തെ ചോദ്യം നോക്കൂ. ശരിയായിട്ടുള്ള പദം ഏതാണ്? ഏതാ വായിച്ചു നോക്കുക. ഉദ്ഘാടനം. പിന്നെ ഉദ്ഘാടനത്തിന് 4 തരത്തിൽ എഴുതിയിട്ടുണ്ട്. ഏതാണ് ശരിയായിട്ട് എഴുതുക? ഉദ്ഘാടനം എന്ന് എങ്ങനെയാണ് ശരിയായിട്ട് എഴുതുക? ഓപ്ഷൻ ബി ഉദ്ഘാടനമാണ് ശരി. ഓക്കെ, ക്ലിയർ? 55 പോകുമ്പോ നോക്കൂ. 55-ാമത്തെ ചോദ്യം വായിക്കുക. 55-ാമത്തെ ചോദ്യം എങ്ങനെയാ കാണുന്നത്? തർജിമ, തർജുമ, തർജിക, തർജമ. ഇതിലേതാണ് ശരി? 55-ാമത്തെ ചോദ്യം നോക്കുമ്പോ ഏതാണ് നമുക്ക് ശരിയായിട്ട് കാണാൻ പറ്റുന്നത്? ഓപ്ഷൻ ഡി തർജമയാണ് കേട്ടോ. ക്ലിയർ? ഓക്കെ. നെക്സ്റ്റ് നമ്മള് പഠിക്കാൻ പോകുന്നത് ഒരു മിനിറ്റ് കേട്ടോ ഗൈസ്. നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ തെറ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. കവയിത്രി എന്നതാണ് കേട്ടോ ശരി. കവയിത്രി. ക്ലിയർ? കവയിത്രി. ഓക്കെ, ശരി. സോറി. പിന്നെ അടുത്തതായിട്ട് 56-ാമത്തെ ചോദ്യം നോക്കൂ. 56 ശരിയായ പദം തിരഞ്ഞെടുക്കുക. ഏതാണ് ശരിയായിട്ട് വിദ്യാർത്ഥി എന്ന് എഴുതിയിട്ടുള്ളത്? വിദ്യാർത്ഥി. എങ്ങനെയാ കറക്റ്റ് ആയിട്ട് എഴുതുക? ഓപ്ഷൻ സി വിദ്യാർത്ഥിയാണ് ശരി. ക്ലിയർ? 57-ാമത്തെ ചോദ്യം നോക്കൂ. ശുദ്ധമായ പ്രയോഗം ഏത്? പുനഃസൃഷ്ടി. ഏതാണ് പുനഃസൃഷ്ടിയുടെ ശരിയായ പ്രയോഗം? ഓപ്ഷൻ ഡി ആണ് പുനഃസൃഷ്ടി. 58-ാമത്തെ ചോദ്യം നോക്കൂ. ശുദ്ധമായ രൂപം ഏത്? ഇതി കർത്തവ്യമൂഢൻ, ഇതി കർത്തവ്യധാമൂഢൻ, ഇതി കർത്തവ്യ വിമൂഢൻ, ഇതി കർത്തവ്യമൂഢൻ. ഏതാണ് ഇതിന്റെ ഉത്തരം? ഇതി കർത്തവ്യധാമൂഢൻ.
VT ഭട്ടതിരിപ്പാടിന്റെ കണ്ണീരും കിനാവും എന്ന ബുക്ക് വായിക്കുമ്പോൾ നമ്മൾ ഈ ഒരു വേർഡ് കാണാൻ കഴിയും തോന്നുന്നുണ്ട് കേട്ടോ. ഇതി കർത്തവ്യതാ മൂഢൻ, ശുദ്ധമായ രൂപം. ഓക്കെ, 59ാമത്തെ ചോദ്യം, ശരിയായ പ്രയോഗം. ഏതാണ് ശരിയായ പ്രയോഗം? ശരിയായ പ്രയോഗം യഥേഷ്ടം പോലെ, സാമുദായിക പരം, യുവമിഥുനം, കുടിശ്ശിക. ഏതാണ് ശരി? നമുക്കറിയാം അല്ലെ, കുടിശ്ശികയാണ് ശരി. ക്ലിയർ. അടുത്തത് ശുദ്ധമായ പദം ഏത്? 60ാമത്തെ ചോദ്യം നോക്കൂ. ലാഞ്ചന. ലാഞ്ചന ഏതാണ് കറക്റ്റ് ആയിട്ട് ലാഞ്ചന എന്ന് എഴുതുന്നത്? 60ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി ലാഞ്ചനയാണ്. ക്ലിയർ. 61ലേക്ക് പോകുമ്പോൾ ശരിയായ പദം തിരഞ്ഞെടുക്കുക. സ്രഷ്ടാവ്. സ്രഷ്ടാവ് നമ്മളിപ്പോ കഴിഞ്ഞ ലാസ്റ്റത്തെ ക്ലാസ്സിലെ സ്രഷ്ടാവ് ഒന്നുകൂടി എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് സ്രഷ്ടാവ് എന്ന് കറക്റ്റ് ആയിട്ട് എഴുതുക? ഓപ്ഷൻ ബി സ്രഷ്ടാവാണ് കറക്റ്റ്. ഓക്കെ, ക്ലിയർ. 62ലേക്ക് പോകുമ്പോൾ ശരിയായ പദം തിരഞ്ഞെടുക്കുക. അഗാധം എന്നെങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് എഴുതുക? നമ്മൾ പഠിച്ചതാണ്. ഓപ്ഷൻ സി അഗാധമാണ് ശരി. 63 ശരിയായ രൂപം ഏത്? ഹാർദം. നമ്മൾ ഒരുപാട് തവണ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ കണ്ടു. ഏതാണ് ശരി? ഹാർദമാണ് ശരി. ഓപ്ഷൻ എ ഹാർദമാണ് ശരി. 2004ലേക്ക് പോകുമ്പോൾ 64ാമത്തെ ചോദ്യം നോക്കൂ. ശരിയായ പദം ക്ഷണനം, നിഘണ്ടു, പ്രസ്താവന, അധ്യക്ഷം. ഏതാണ് ശരി? നിഘണ്ടു. ഓപ്ഷൻ ബി നിഘണ്ടു ആണ് ശരിയായ പദം. നെക്സ്റ്റ് തെറ്റായ പദം ഏത്? ലൗകികം, മുതലാളിത്തം, ഐതിഹ്യം, പ്രവൃത്തി. ഏതാണ് തെറ്റ്? ഓപ്ഷൻ എ ലൗകികം തെറ്റാണ്. ശരിയായ പദം ഏത്? 66ാമത്തെ ചോദ്യം നോക്കൂ. ശരിയായ പദം ഏത്? ഏതാണ് ശരി? ഓപ്ഷൻ എ നവഗ്രഹമാണ് ശരി. 67ാമത്തെ ചോദ്യം നോക്കൂ. ശരിയായ പദം ഏത്? പ്രദക്ഷിണം. പ്രദക്ഷിണത്തിന് പല ഫോമിൽ എഴുതിയിട്ടുണ്ട്. ഏതാ ശരി? ഓപ്ഷൻ എ കണ്ടില്ലേ? ഓപ്ഷൻ എ പ്രദക്ഷിണം, ബി പ്രദക്ഷിണം ഒക്കെ കണ്ടു. ഏതാണ് ശരിയായ പ്രദക്ഷിണം? ഓപ്ഷൻ സി പ്രദക്ഷിണമാണ് കേട്ടോ ശരി. ഓപ്ഷൻ സി പ്രദക്ഷിണമാണ് ശരി. 68 ശരിയായ രൂപം ഏത്? പരിണത ഫലം. ഏതാണ് ശരി? ഓപ്ഷൻ എ, ബി, സി, ഡി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏതാണ് ശരിയായിട്ട് തോന്നുന്നത്? ഓപ്ഷൻ ഡിയിൽ പറയുന്ന പരിണത ഫലമാണ് ശരി. പരിണത ഫലം. ഓക്കെ. നെക്സ്റ്റ് 69 താഴെ പറയുന്നവയിൽ ശരിയായ പദം ഏത്? ഓപ്ഷൻ എ നോക്കൂ. വാഗ്ദാനം ചെയ്തു, വാഗ്ദത്തം ചെയ്തു, വാഗ്ദാനം ചെയ്തു, വാഗ്ദത്തം ചെയ്തു. ഏതാണ് ശരി? ഓപ്ഷൻ സി വാഗ്ദാനം ചെയ്തു ആണ് ശരി. 2003ലേക്ക് പോവാണ്. ശരിയായ പദം 70ാമത്തെ ചോദ്യം. ഏതാണ് ഉത്തരം വരുന്നത്? കഠിനം എന്നെങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് എഴുതുക? ഓപ്ഷൻ എ, ബി, സി, ഡി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. 71ാമത്തെ ചോദ്യം നോക്കൂ. ശരിയായ പദം ലളിതീകരിക്കുക, ലളിതവൽക്കരിക്കുക, ലളിതവത്കരിക്കുക, ലളിതവൽവത്കൽക്കരിക്കുക. ഇത് രണ്ടും കൂടി വന്നത് എങ്ങനെയാണ്? ഏതാണ് ഇതിൽ ശരിയായിട്ട് വരുന്നത്? ഓക്കെ, അപ്പൊ 71ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ലളിതീകരിക്കുക. ഓപ്ഷൻ എ ആണ് കേട്ടോ ശരി വരുന്നത്. നെക്സ്റ്റ് 72 ശരിയായ പദം ഏത്? വൃശ്ചികം. വൃശ്ചികം എന്നെങ്ങനെയാണ് ശരിയായിട്ട് എഴുതുക? എ, ബി, സി, ഡി നോക്കുമ്പോൾ ഏതാ കറക്റ്റ് വരുന്നത്? ഓപ്ഷൻ സി വൃശ്ചികമാണ് ശരി. ക്ലിയർ. 73ാമത്തെ ചോദ്യം നോക്കൂ. ശരിയായ പദം ഏത്? വിദഗ്ധൻ. ഏത് വിദഗ്ധനാണ് ശരി വരുന്നത്? നമ്മൾ പഠിച്ചതാണ് വിദഗ്ധൻ. ഓക്കെ, ഓപ്ഷൻ സി വിദഗ്ധനാണ് കേട്ടോ ശരി. ഈ വിദഗ്ധനാണ് ശരി. 74 ശരിയായ പദം പതിവ്രത, 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 പതിവ്രത. ഏതാ ശരി? എ, ബി, സി, ഡി നോക്കൂ. ഓപ്ഷൻ ഡി പതിവ്രതയാണ് ശരി. 75 ശരിയായ രൂപം ഏത്? പീഡനം. എങ്ങനെയാണ് പീഡനം എന്ന് കറക്റ്റ് ആയിട്ട് എഴുതാം? ഓപ്ഷൻ സി പീഡനമാണ് കേട്ടോ ശരി. ഓപ്ഷൻ സി പീഡനമാണ് ശരി. ഇനി 76 ശരിയായ രൂപം ഏത്? പാഠകം. പാഠകം എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് എഴുതാ? എ, ബി, സി, ഡി. ഏതാ വരുന്നത്? ഓപ്ഷൻ എ പാഠകം. ഇനി 77 താഴെ കൊടുത്തിരിക്കുന്ന വാക്കുകളിൽ ഒരെണ്ണം തെറ്റാണ്. ഏതാണ് ആ വാക്ക്? ഏതാണ്? കവയത്രി, ഓക്കെ, പ്രസംഗകൻ, ആഭാലവൃന്ദം, കുടിശ്ശിക. ഏതാണ് തെറ്റ്? കവയത്രിയാണ് തെറ്റ്. നമ്മൾ കവയിത്രിയാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരെണ്ണത്തിൽ അല്ലെ. അപ്പൊ കവയത്രി തെറ്റാണ്. 78ാമത്തെ ചോദ്യം നോക്കൂ. ശരിയായ പദം ഏത്? ജ്യോതിഷം. ജ്യോതിഷം എങ്ങനെയാണ് ശരിയായിട്ട് എഴുതുക? ഏത് ഓപ്ഷനാണ് ശരിയായിട്ട് വരുന്നത്? എ, ബി, സി, ഡി നോക്കുമ്പോൾ ഏത് ഓപ്ഷനാണ് ശരി? ഓപ്ഷൻ സി ജ്യോതിഷമാണ് ശരി. ക്ലിയർ. അടുത്ത ചോദ്യം 79ാമത്തെ ചോദ്യം നോക്കൂ. ശരിയായ രൂപം ഏത്? അഭ്യസ്ത വിദ്യൻ എങ്ങനെയാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് എഴുതാം?
അഭ്യസ്ത വിദ്യൻ. എങ്ങനെയാണ്? ഓപ്ഷൻ എയിൽ പറയുന്ന അഭ്യസ്ത വിദ്യനാണ് കറക്റ്റ്. അപ്പൊ 80 റൗണ്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു ചോദ്യം കൂടി പറയാം. പ്രഭുത്വം. എങ്ങനെയാ? പ്രഭു തന്നിട്ടുണ്ട് കേട്ടോ. പ്രഭുത്വം, അതുപോലെ തന്നെ സ്ത്രീത്വം, സ്ത്രീത്വം, മഹത്വം, മഹത്വം, അടുത്തത് മനുഷ്യത്വം. മനുഷ്യത്വം. ഓക്കെ, ക്ലിയർ? ഇതിലേതാണ് എന്ന് കണ്ടുപിടിക്കാനാണ്. അപ്പൊ ആ വാക്കുകളൊക്കെ ഒന്ന് നോക്കി നോക്കൂ. മഹത്വം, അതുപോലെ തന്നെ മനുഷ്യത്വം, പിന്നെ ഏതാ വരുന്നത്? ഇതിലേതാ ശരിയായ പദം? മഹത്വം എന്നതാണ് ശരിയായ പദം. ഓക്കെ, അപ്പൊ 80 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ഇതെല്ലാരും ഒന്ന് ചെയ്ത് നോക്കുക. നമ്മൾ പഠിച്ചത് എത്രത്തോളം നമുക്ക് കിട്ടുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്തത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്ത ടോപ്പിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അതുവരെ എല്ലാവരും നന്നായി പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്.